കോൺഗ്രസിന്റെ പ്രതിഷേധം ചിതലയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തുകയാണ്. ഈ ദിവസങ്ങൾ കടുവ അവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കടുവ ആ മേഖല വിട്ടു പോയിട്ടില്ല എന്നുകൂടി സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അതിന് കാരണം കൃത്യമായി കടുവ വിശക്കുമ്പോൾ രാക്കാലങ്ങളിൽ ഇറങ്ങി ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആടിനെ പിടിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ഈ ദിവസങ്ങളിലൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾക്ക് കടുവ എവിടെ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയാണെന്ന് ഉറപ്പായും പറയേണ്ടി വരും. ആ പരിമിതിയിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേർന്നു. സുർജിത്ത്, ഇത്രയും ദിവസമാകുന്നു കുങ്കിയാനകൾ അടക്കമിറങ്ങി തെർമൽ സ്കാനർ, ഡ്രോൺ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവിക പ്രതിഷേധത്തിനിടയാക്കുന്നതാണ്. സുർജിത്ത്, അഷ്മി, അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും കടുവ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണുന്നില്ല എന്നുള്ള ഒരാക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു പരസ്യ പ്രതിഷേധം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന കാര്യം, ഇന്നേക്ക് ആദ്യത്തെ ലിഫ്റ്റിംഗ് കഴിഞ്ഞ് 9 ദിവസമായിരിക്കുന്നു, എന്നിട്ട് പോലും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ആ കാര്യത്തിൽ നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പ്രധാനപ്പെട്ട ഇവിടുത്തെ നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇതുവരെ കടുവ പിടികൂടിയത് 5 ആടുകളെയാണ്. ഇന്നലെ രാത്രി മുതൽ കടുവ വനം വകുപ്പിന്റെ റഡാറിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഇതിന്റെ നിരീക്ഷണ പരിധിയിൽ നിന്ന് ഈ കടുവ വിട്ടുമാറുന്നുമുണ്ട്. അതാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഇവിടുത്തെ KPC നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള പൗലോസ് ഉൾപ്പെടെയുള്ളവർ, KL പൗലോസ് അടക്കമുള്ള നേതാക്കൾ ഈ മാർച്ചിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും അങ്ങനെ ഒരു പരസ്യ പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് ഇങ്ങനെ കോൺഗ്രസ് വരുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധ സ്വരവും വരുന്ന ഒരു നിലപാടിലേക്ക് എത്തുകയാണ്. എന്തായാലും കടുവ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം, വേഗത്തിൽ തന്നെ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ്, എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. പുൽപ്പള്ളി പഞ്ചായത്ത് അമരക്കുനി, ആടിക്കൊല്ലി, തൂപ്ര, കാപ്പിസെറ്റ് മേഖലയിൽ കടുവയുടെ താണ്ഡവം ആരംഭിച്ചിട്ട് ഒരു 1/2 ഡസനോളം ആടുകളെ കൊന്നു. ഇനി മനുഷ്യനെ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. എന്നിട്ടും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. ഇനി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 144 പ്രഖ്യാപിച്ച് ജനങ്ങളെയൊക്കെ വീട്ടിലാക്കിയിട്ട് കടുവയ്ക്ക് സംരക്ഷണം കൊടുക്കുക, കടുവയെ വളഞ്ഞു വെച്ചിരിക്കുന്നു, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനെ പിടിക്കുന്നില്ല, അതിനെ തുരത്തുന്നില്ല. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? എത്ര ദിവസമായി കാത്തിരിക്കുന്നു? എന്തായാലും KPCC നേതാവായിട്ടുള്ള KL പൗലോസാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും. ഈ കടുവയെ എത്രയും വേഗം വായ്ക്കോടി വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതേസമയം ഇന്നലെ രാത്രി കടുവ റഡാറിൽ നിന്ന്, അതായത് വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ട്. പലയിടങ്ങളിലും കണ്ടു എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലും നടക്കുന്നുണ്ട്. പക്ഷേ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ ആ നേതാവ് ചോദിക്കുന്നത്, പ്രതിഷേധം നടന്ന കോൺഗ്രസ് ആണ്, സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ചോദിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. ഈ 5 ആടുകളെ 6 ആടുകളെ പിടിച്ച കടുവ മനുഷ്യനെ പിടിക്കില്ല എന്ന് ഉറപ്പ് ആർക്കും ഇല്ലല്ലോ. അപ്പം നമ്മൾ കഴിയുന്ന വണ്ണം ഉള്ള സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇറക്കുന്നുണ്ട്. കുങ്കിയാൻ ഇറക്കുന്നുണ്ട്. വലിയ ടീം, RRTയുടെ വലിയ ടീം അവിടെയുണ്ട്. അതിന് നേതൃത്വം നൽകാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കടുവയുടെ പൊടി പോലും കിട്ടാത്തത് എന്നതിനെക്കുറിച്ച് RRT പറയുന്നത് എന്താണ് സുർജിത്ത്?
വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന കൃത്യമായി നടത്തുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പലതരത്തിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടാകുന്ന മുറയ്ക്ക് തന്നെ പരിശോധന നടക്കുന്നത്. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം പ്രധാന തടസ്സമായി വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം തന്നെയാണ്. കാരണം അത്രമാത്രം തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ അമരക്കുനിക്ക് ചുറ്റുമുള്ള മേഖല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിൽ ഇടതൂർന്ന കാപ്പിത്തോട്ടങ്ങളുണ്ട്. ആ കാപ്പിത്തോട്ടങ്ങൾക്കകത്തേക്ക് കടുവ മറയുമ്പോൾ സ്വാഭാവികമായും കടുവയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ഈ വനംവകുപ്പിന്റെ തെർമൽ ഡ്രോൺ നിരീക്ഷണത്തിലടക്കം അത് പാളുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതാണ് ഈ തെർമൽ ഡ്രോൺ നിരീക്ഷണത്തിൽ പോലും അത് വ്യക്തമാകാത്ത സ്ഥിതി ഉണ്ടാകുന്നത്. ഈ കാപ്പിത്തോട്ടത്തിലേക്ക് മറയുന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് സംഘം ഈ കാറ്റ് ലിഫ്റ്റിംഗ് നടക്കുന്ന ഘട്ടത്തിൽ വനംവകുപ്പ് സംഘം അവിടേക്ക് എത്തുന്നു. എത്തിയ ശേഷം അവർ സർവ്വസന്നാഹങ്ങളോട് ഇറങ്ങുന്നതിനിടയിൽ കടുവ വലിയുകയാണ്. അതാണ് പലയിടങ്ങളിലായി സംഭവിച്ചത്. ഇന്നലെ പോലും സംഭവിച്ചത് അത് തന്നെയാണ്. ഇന്നലെ ഈ ഒരു സ്ഥലത്ത്, അതായത് ആടിക്കുല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ് കടുവ വന്നത്. വെള്ളക്കെട്ട് എന്ന് പറയുന്ന ഒരു പ്രാദേശിക സ്ഥലമുണ്ട്. ആ വെള്ളക്കെട്ട് എന്ന് പറയുന്ന പ്രാദേശിക സ്ഥലത്ത് കടുവയെ കണ്ടത് പീറ്റർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കണ്ടത്. ആ കണ്ടതിന് ശേഷം ഉടൻ തന്നെ വേഗത്തിൽ തന്നെ തൊട്ടടുത്ത് തന്നെ വനംവകുപ്പ് സംഘം ഉണ്ടായിരുന്നു. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ അവിടേക്ക് എത്തുന്നു. എത്തിയ ശേഷം അവർ മയക്കുവെടി വെക്കാനുള്ള നീക്കവുമായി ഇറങ്ങിയ ശേഷം ഡ്രോൺ നിരീക്ഷണം നടക്കുമ്പോൾ ഈ കടുവയെ അവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു അസാധാരണമായ പ്രതിസന്ധി വനംവകുപ്പ് ഇവിടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നതും. ഏറ്റവും പ്രധാന പ്രശ്നം വെല്ലുവിളി ഇവിടുത്തെ ഭൂമിശാസ്ത്രം തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ കടുവ പിന്നെ സൈറ്റ് ചെയ്യുന്നത് കൂടുതൽ സമയം രാത്രിയിലാണ് കടുവയെ കാണാൻ കഴിയുന്നത്. പ്രായമേറിയ കടുവയാണ്, 13 വയസ്സിനപ്പുറം പ്രായമുണ്ട്. കേരളത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കടുവയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആടുകളെ മാത്രം പിടിക്കുന്ന വിധത്തിലാണ് ഈ കടുവയുള്ളത്. നിലവിൽ ഇത് 7-ാം തീയതി ഒരു ലിഫ്റ്റിംഗ് നടന്നു. അതിനുശേഷം 9-ാം തീയതി ഒരു ലിഫ്റ്റിംഗ് നടന്നു. 9-ാം തീയതിയാണ് ഏറ്റവും അവസാനമായി ഇത് ഭക്ഷണം കഴിച്ചത്. അതായത് കൊന്ന ആടിനെ ഭാഗികമായി തിന്നത് 9-ാം തീയതിയാണ്. അതിനുശേഷം 13-ാം തീയതി 14-ാം തീയതി 2 ആടുകളെ, അങ്ങനെ 5 ആടുകളെ ഇതുവരെ കടുവ കൊന്നിട്ടുണ്ട്. ആ കടുവയെ എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യം ശക്തമാകുന്നു. പക്ഷേ വനംവകുപ്പിന് മുമ്പിൽ ഇതൊരു നിസ്സഹായാവസ്ഥ ഇതിനകത്ത് പറയുകയാണ്. പക്ഷേ നാട്ടുകാരുടെ ആശങ്ക അപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ആ നേതാവ് ചോദിച്ചതുപോലെ 5 ആടുകളെ പിടിച്ച ഒരു കടുവ മനുഷ്യനെ പിടിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എന്ന ചോദ്യം ആ മേഖലയുടെ പേടിയാണ്, ഭീതിയാണ്, പ്രാണഭയമാണ്. അപ്പോൾ അത് അടിയന്തരമായി പരിഹരിക്കാൻ കഴിയട്ടെ. എവിടെയാണ് കടുവ എന്നത് കണ്ടുപിടിക്കാൻ കഴിയട്ടെ RRT സംഘത്തിന്.